എല്ലാവർക്കും ആറാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 5 ദിവസം കൃത്യമായിട്ട് ടാസ്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ചെയ്തിരിക്കുന്ന ഓരോരുത്തരും ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യാണ്. ഇനി ആരെങ്കിലും എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യാത്തുണ്ടെങ്കിൽ അത് ചെയ്തതിന് ശേഷം ഇന്നത്തെ വീഡിയോയിലേക്ക് വരിക. ഇന്ന് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മൂഡ് നല്ല രീതിയിൽ ഉയർത്തുന്ന ഒരു NLP മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഇതിന് NLP സെൽഫ് ആങ്കറിങ് എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത, ചില സമയങ്ങളിൽ ചിലപ്പോൾ മൂഡ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉയർത്തി കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കാം. അതോടൊപ്പം നിങ്ങൾക്ക് നേരത്തെ കൂട്ടി അറിയാവുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. അത്തരം സാഹചര്യത്തിൽ ടെൻഷൻ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് പോവാം. ഉദാഹരണത്തിന് ഒരു മീറ്റിങ്ങിലേക്ക് പോവുകയാണ് നിങ്ങൾ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് പോകുന്ന സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നല്ലൊരു മൂഡിലേക്ക് വരുവാനായിട്ട് സഹായിക്കും. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞ് പബ്ലിക് സ്പീക്കിംഗ്, പ്രസംഗത്തിന് പോകുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. അങ്ങനെ പല രീതിയിൽ ഉപയോഗിക്കാം. NLP സെൽഫ് ആങ്കറിങ് ആണ്. ഇത് ചെയ്യേണ്ട മെത്തേഡ്, ആദ്യം നിങ്ങളുടെ ജീവിതത്തിലെ ഇതുവരെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം ആലോചിക്കുക. അങ്ങനെ ഒരു നിമിഷം ആലോചിക്കുന്ന സമയത്ത് അത് സംഭവിച്ച സമയത്ത് സന്തോഷമുള്ളതായിരിക്കണം. അതേ സന്തോഷം ഇപ്പോൾ ആലോചിക്കുമ്പോഴും ഉണ്ടാകണം. ഞാൻ ഒന്നുകൂടി അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ചില സന്തോഷങ്ങൾ സംഭവിച്ച സമയത്ത് അതിൻ്റെ ഒരു ഹാപ്പിനെസ് കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ അത് ഏതെങ്കിലും വ്യക്തികളുമായി ബന്ധപ്പെട്ട സന്തോഷമാണെങ്കിൽ ഇന്ന് ചിലപ്പോൾ അതുപോലെ കിട്ടണമെന്നില്ല. ഉദാഹരണത്തിന് നല്ല സന്തോഷം എന്ന ഒരാൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. സ്വാഭാവികമായിട്ട് ആ സന്തോഷകരമായിട്ട് നിമിഷം ആലോചിക്കുമ്പോൾ ആളെ ഓർമ്മ വരും, അപ്പോൾ വിഷമം വരും. അങ്ങനത്തെ സംഭവമല്ല പറയുന്നത്. സംഭവിച്ച സമയത്ത് സന്തോഷമുള്ളതായിരിക്കണം, നല്ല സന്തോഷമുള്ളതായിരിക്കണം, ഇപ്പോഴും അതേ സന്തോഷം വരുന്നതായിരിക്കണം. അങ്ങനത്തെ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് എടുക്കുക. എന്നിട്ട് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. എടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ രണ്ട് കൈയിലെ ഏതെങ്കിലും ഒരു രണ്ട് വിരൽ പ്രസ് ചെയ്യുക. നോർമലി ഉപയോഗിക്കാത്ത, ഞാനൊരു ഉദാഹരണ സഹിതം കാണിച്ചു തരാം. വേണമെങ്കിൽ ഇങ്ങനെ, ഇത് നോർമലി ഉപയോഗിക്കാത്ത രണ്ട് വിരലാണ്. ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നിങ്ങൾ സാവധാനം കണ്ണുകൾ അടയ്ക്കുക. വളരെ സാവധാനം കണ്ണടയ്ക്കുക. ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പതുക്കെ പുറത്തേക്ക് വിടുക. വീണ്ടും ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. അങ്ങനെ ശ്വാസം എടുത്ത് പതുക്കെ വിടുന്നത് തുടർന്നു കൊണ്ടേയിരിക്കുക. ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം ആലോചിക്കുക. അത് സംഭവിച്ചിട്ടുള്ള അതേ സ്ഥലം ആലോചിക്കുക. അതേ സ്ഥലം, അതേ സാഹചര്യം ആലോചിക്കുക. അതേ സ്ഥലം, അതേ സാഹചര്യം. ആ സമയത്തുണ്ടായിട്ടുള്ള ആളുകൾ അതേപോലെ കാണുക, വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ അതേപോലെ കാണുക. അപ്പോൾ കേട്ട ശബ്ദങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേപോലെ കേൾക്കുക. ആ സമയത്ത് നിങ്ങൾക്കുണ്ടായിട്ടുള്ള സന്തോഷം അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അതേ സ്ഥലം, അതേ സാഹചര്യം കാണുക, അതേ ആളുകളെ. അപ്പോൾ കേട്ട ശബ്ദങ്ങൾ അതേപോലെ കേൾക്കുക. ആ സമയത്ത് ഉണ്ടായിട്ടുള്ള സന്തോഷം അതേപോലെ അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് ഇങ്ങനെ കയറി വരട്ടെ. ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് വരട്ടെ. അപ്പോൾ ഉണ്ടായിട്ടുള്ള സന്തോഷം അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് ആസ്വദിച്ചിരിക്കുക. സന്തോഷം കയറി വരുന്ന സമയത്ത് നിങ്ങൾ ചേർത്ത് പിടിച്ച രണ്ട് വിരലും നന്നായി പ്രസ് ചെയ്യുക. നന്നായി പ്രസ് ചെയ്യുക. അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് കയറി വരുന്ന സമയത്ത് വിരൽ നന്നായി പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് പിടിക്കുക. സന്തോഷം ശാരീരികമായിട്ടും മാനസികമായിട്ടും ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് വരട്ടെ. വരുന്ന സമയത്ത് രണ്ട് വിരലും നന്നായി പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിക്കുക. സന്തോഷം ആസ്വദിച്ചിട്ടിരിക്കുക. ഇനി സന്തോഷം കുറഞ്ഞു വരുന്ന സമയത്ത് രണ്ട് വിരലും സാവധാനം പതുക്കെ നിവർത്തി സാധാരണ രീതിയിൽ വിരൽ പിടിക്കുക. എന്നിട്ട് ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. വീണ്ടും ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് സാവധാനം പുറത്തേക്ക് വിടുക. അതിനുശേഷം സാവധാനം കണ്ണുകൾ തുറക്കുക. സാവധാനം കണ്ണുകൾ തുറന്നതിന് ശേഷം ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ നേരത്തെ പിടിച്ചിരിക്കുന്ന അതേ രണ്ട് വിരലിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പിടിക്കുക. അതേ വിരൽ തന്നെ പിടിക്കേണ്ടത്. എന്നിട്ട് കണ്ണടച്ച് രണ്ട് വിരൽ നന്നായിട്ട് പ്രസ് ചെയ്യുക. നന്നായി പ്രസ് ചെയ്യുക.
അപ്പോൾ സെയിം സന്തോഷം വരുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് സാവധാനം കണ്ണു തുറക്കുക, 2 വിരലുകളും ഇടുക. ഇത് ആദ്യത്തെ തവണ ഇതിൻ്റെ റെക്കോർഡിംഗ് ഒന്ന് കാണുക, എന്നിട്ട് ഇതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം ഒന്ന് ചെയ്ത് നോക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി എടുത്തു പറയാം. ഒന്ന്, നിങ്ങൾക്ക് നല്ല സന്തോഷമുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് ഓർക്കേണ്ടത്. അത് സംഭവിച്ച സമയത്ത് നല്ല സന്തോഷമുള്ളതായിരിക്കണം, ഇപ്പോഴും അതേ സന്തോഷമുള്ളതായിരിക്കണം. അതുമായി ബന്ധപ്പെട്ട വിഷമങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. രണ്ടാമത്തെ കാര്യം, സാധാരണ രീതിയിൽ ഉപയോഗിക്കാത്ത 2 വിരലുകളാണ് ചേർത്ത് വെക്കേണ്ടത്. ഉദാഹരണത്തിന് ഇതൊക്കെ ചിലപ്പോൾ നോർമലി പിടിക്കുന്ന വിരലായിരിക്കും. ഇങ്ങനത്തെ വിരലെടുക്കാം, ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഈ കയ്യിലെടുക്കാം. എന്നിട്ട് ആ വിരലിൽ പിടിച്ചതിന് ശേഷം നിങ്ങൾ സാവധാനം കണ്ണടയ്ക്കുക. എന്നിട്ട് ഈ സന്തോഷകരമായിട്ടുള്ള നിമിഷം സംഭവിച്ചിട്ടുള്ള അതേ സ്ഥലം കാണുക, അതേ സാഹചര്യം സമയമെടുത്ത് കാണുക. ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ആളുകൾ അതേപോലെ കാണുക, കേട്ട ശബ്ദങ്ങൾ അതേപോലെ കേൾക്കുക. അപ്പോൾ നിങ്ങൾക്കുണ്ടായ സന്തോഷം അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് വരണം. അങ്ങനെ കയറി വന്ന് ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് വരുന്ന സമയത്ത് ഈ വിരൽ നന്നായി പ്രസ് ചെയ്ത് പിടിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് അത് ഇറങ്ങി വരുന്ന സമയത്ത്, സന്തോഷം അങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്ത് വിരൽ റിലീസ് ചെയ്യുക. പിന്നെ സമയമെടുത്ത് സാവധാനം കണ്ണ് തുറക്കുക. ഇപ്പോൾ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഈ ആങ്കറിങ് എന്ന് പറഞ്ഞത് കൃത്യമായിട്ടാണ് ചെയ്തിട്ട് ഉള്ളതെങ്കിൽ പിന്നീട് നിങ്ങൾ എപ്പോഴെങ്കിലും ജസ്റ്റ് ഈ വിരലൊന്ന് പ്രസ് ചെയ്താൽ സെയിം സന്തോഷം കയറി വരും. അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ നല്ല ഇവൻ്റ് ആയിരിക്കില്ല എടുത്ത് കറക്റ്റായിട്ട് സന്തോഷമുള്ള ഒരു ഇവൻ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ വിരലുകൾ സെയിം വിരലായിരിക്കില്ല പ്രസ് ചെയ്ത്, അല്ലെങ്കിൽ സെയിം പ്രഷർ കൊടുത്തിട്ടുണ്ടാവില്ല. ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്. സെയിം പ്രഷർ കൊടുക്കുന്ന സമയത്താണ് സന്തോഷം അതേപോലെ കിട്ടുക. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതിൻ്റെ റെക്കോർഡിങ് ഒന്നുകൂടി കണ്ട് തറവാക്കിയതിന് ശേഷം ഇത് നിങ്ങൾക്ക് പല സിറ്റുവേഷൻ ഉപയോഗിക്കാം. സ്റ്റേജിലേക്ക് കയറിയിട്ട് പ്രസംഗിക്കാൻ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങളൊരു നല്ല സന്തോഷകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് വരും. ഒരു എക്സാമിന് പോകുന്ന സമയത്ത് വേണമെങ്കിൽ ചെയ്യാം, ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ചെയ്യാം. ഏതെങ്കിലും പ്രധാനപ്പെട്ട കുറച്ച് പ്രഷറും ടെൻഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള മീറ്റിങ്ങിന് പോകുന്നതിനൊക്കെ മുമ്പ് അങ്ങനെ ഏത് സാഹചര്യത്തിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിരൽ പ്രസ് ചെയ്താൽ വിത്തിൻ സെക്കൻഡ്സ് സന്തോഷകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് വരുന്ന NLP സെൽഫ് ആങ്കറിംഗ് ആണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഒരു കമൻറ്റ് ഒന്ന് ഇതിന് താഴെയായിട്ട്, വീഡിയോയുടെ താഴെയായിട്ട് ഇടുക.